ഇത് ഞാൻ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചേക്കുവാണ്. നമ്മൾ സാധാരണ കുടിക്കാനായിട്ട് വെള്ളം വയ്ക്കുമ്പോൾ ഒന്നുകിൽ പട്ട ഇടും, അല്ലാന്നുണ്ടെങ്കിൽ പതിമുഖം ഇടും, അല്ലെങ്കിൽ രാമച്ച ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകം ഇടും. ഇതൊക്കെ ഇട്ടാണല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അല്ലേ. വെറും വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം എന്താണെന്ന് കാണിച്ചു തരട്ടെ. ഇത് ചീര നിൽക്കുവാണേ. ചീരയിൽ നിന്ന് ഞാൻ ഒരു 3 ഇല ഒന്ന് അറുത്തെടുക്കുവാണേ. നല്ല അടിപൊളി ചീരയാണ്, നല്ല ചുവന്ന ചീരയാണ്. ഞാനിതൊന്ന് ഒരു 3 ഇല എടുക്കട്ടെ. ഇതാ ഞാനൊരു 3 ചീരയില കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെള്ളം നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്, ഇതിലോട്ടൊന്ന് ഇടാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് ഇതിൻ്റെ നിറം ഒന്ന് ഇറങ്ങി വരട്ടെ. ചീര അറിയാലോ, ചുവന്ന ചീരയാണ്, ഇതിന് നല്ല നിറം വരും. ഒന്ന് വന്നോട്ടെ. ചീരയിൽ നിന്ന് നല്ല നിറമുള്ള ചീരയുടെ നിറം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇതിൽ കിടന്നാൽ കുറച്ചുകൂടെ നിറം വരും. ഇതൊന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ്ടോ, നമുക്ക് പട്ടയോ അതുപോലെ തന്നെ ദാഹശമിനിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വെള്ളത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട്, ചെറിയ പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇത് കുറച്ചു സമയം കൂടെ ഈ ചീരയുടെ ഇല ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ നല്ല നിറം കിട്ടും. നമുക്ക് കെമിക്കൽ അടങ്ങിയ ഒരു സാധനവും ചേർക്കാതെ തന്നെ നമുക്ക് ഇച്ചിരി നിറമുള്ള വെള്ളം കുടിക്കാം. കുട്ടികൾക്കൊക്കെ സാധാരണ നിറമുള്ള വെള്ളമാണല്ലോ ആവശ്യം. അപ്പോൾ ചീര ഇലയിട്ട് നിങ്ങളൊന്ന് ഒരു 3, 4, 5 ഇല വേണമെങ്കിലും ഇവിടെ ഒരു ചീരയുടെ ഒരു സ്മെല്ലോ ചുവയോ ഒന്നും ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ ഒരല്പം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് ചീരയിലയും ഇട്ട് ഒരല്പം ഇഞ്ചി കൂടെ ഇടും. വൈകുന്നേരം വരെ വെച്ചിരുന്നാലും നമ്മുടെ വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല. അപ്പം നല്ല നിറത്തോടു കൂടി ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ദാഹശമനിയോ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല, പട്ടയോ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. 2 ചീരയില കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട് വെള്ളം തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, മുതിർന്നവർക്കും കുടിക്കാം. ഓക്കെ, നല്ല ഔഷധ ഗുണമുള്ളതുമാണ്. നമ്മുടെ നടയിൽ നിന്ന് തന്നെ കിട്ടുന്ന ചീരയാണ്. വിഷമടിച്ച ചീരയാണെങ്കിൽ അതിട്ട് നിങ്ങൾ വെള്ളം ഉണ്ടാക്കരുത്. നമ്മുടെ വീട്ടിൽ ഉള്ളതാണെങ്കിൽ